എന്നെ ഫോണിൽ വിളിച്ചിരുന്നു ഉർവശി. ഇങ്ങനെ ജയറാം വന്നൊരു കഥ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനിപ്പോൾ 2 ദിവസത്തിനകത്ത് എറണാകുളത്ത് വരും, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കാണാം, എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു 1 ലൈൻ ഉണ്ട്, ഞാനതും കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ 1 ലൈൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്കെല്ലാ കൺഫ്യൂഷനും മാറി, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ചില ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ എന്നിട്ട് ഒരു കാര്യം കൂടെ അവർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ പടത്തിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്, അത് നമ്മൾ അധികം ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇത് വേദന ഉണ്ടാക്കുന്നുണ്ടോ? ഈ മധുചന്ദ്രലേഖ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണെന്നും അത് നന്നായിട്ട് കളിച്ച പടമാണെന്നും അതിന് സ്റ്റേറ്റ് അവാർഡ് നായികയ്ക്ക് കിട്ടിയെന്നും ഒക്കെ എനിക്ക് ബോധമുള്ള ആളല്ലേ. അതുകൊണ്ട് എനിക്ക് ആ സിനിമയോടൊന്നും സ്നേഹമാണ്. മാത്രമല്ല ഒരാളും അങ്ങനൊരു കഥ പറഞ്ഞിട്ടില്ല, അങ്ങനൊരു കഥ പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല ആരും. അതിപ്പോൾ വേറെ കാര്യം, മേലെപ്പറമ്പിൽ ആൺവീടും പലരും ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അവസാനമുള്ള കഥ എൻ്റെ അടുത്തേക്ക് വരുന്നത്. കടിഞ്ഞൂൽ കല്യാണം 4 കഥ രഘുനാഥ് പലേരി എൻ്റെ അടുത്ത് പറഞ്ഞു, 4 ഞാൻ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ രഘു ചോദിച്ചു, അതെന്താ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത്, പലർക്കും പേടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ കഥയാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കഥ പറഞ്ഞപ്പോൾ വാടക കൊലയാളിയോട് അവൻ പറയുകയാണ്, ഭർത്താവ് പറയുകയാണ്, പെണ്ണിൻ്റെ ഭർത്താവ് പറയുകയാണ്, അവളെ ഒന്ന് കൊന്നു വരണം, പക്ഷെ കൊല്ലുമ്പോൾ ഒരു കാര്യമുണ്ട്, അവളെ വേദനിപ്പിക്കാതെ കൊല്ലണം, അത്ര ഇഷ്ടമാണെന്ന്. ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയൊരു ഹ്യൂമർ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ആ ഒറ്റ സാധനം മതി ആ സിനിമയിൽ, അത് വെച്ച് ഞാൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് കഥകളുണ്ടായിട്ടുള്ളതും സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾക്ക് നല്ല റീമേക്കിനുള്ള സാധ്യതകൾ കൂടി ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ മേലപ്പറമ്പിൽ ആൺവീട് അതിലൊരു വികലമായൊരു റീമേക്ക് വന്നിട്ടുണ്ട്, ധനുഷ് അഭിനയിച്ചിട്ട് നെയ്യാണ്ടി എന്നുള്ള പേരിൽ. അത് വലിയ പരാജയമായിരുന്നു ആ സിനിമ. അല്ലെങ്കിൽ ഡാർലിങ്ങിനൊക്കെ നല്ല റീമേക്കിനുള്ള സാധ്യത ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ ഒക്കെ ആ സമയത്ത് അവിടെ പ്രൈമായി നിന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ കാർത്തിക് അല്ലെങ്കിൽ സത്യരാജ്, അവർക്ക് പ്രഭുവിനൊക്കെ വെച്ചത് അവിടെയും ചെയ്യാവുന്ന സാധ്യത ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരിയർ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുകയോ ചെയ്യാഞ്ഞത്? ഇപ്പോൾ ഡാർലിങ്ങിനെ അന്ന് കാലത്തെ സൂര്യൻ വിജയനൊക്കെ വെച്ച് ചെയ്തിരുന്നെങ്കിൽ വലിയ വിജയമാക്കാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് അതൊന്നും ട്രൈ ഔട്ട് ചെയ്തില്ല? എല്ലാ ഈ പറഞ്ഞ പടങ്ങളെല്ലാം കഥാനായകനടക്കം റൈറ്റ്സ് വിറ്റിട്ടുണ്ട്. എൻ്റെ സിനിമ ചെന്നൈയിൽ ഡബ്ബിങ് നടക്കുമ്പോൾ തെലുങ്ക്, തമിഴ് അങ്ങനെയുള്ള ലാംഗ്വേജിൻ്റെ റൈറ്റ്സ് ഡബ്ബിങ് കഴിയുമ്പോഴേക്കും സെയിലാണ്. ഈ ഡാർലിംഗ് പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മോഹൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് 9 ലക്ഷമായിട്ടൊരു പാർട്ടി സിനിമ കാണാൻ ഇരിപ്പുണ്ട്, നമ്മുടെ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് ഇത് കഴിയുമ്പോൾ അവർ പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല സിനിമ, ഉദയനും സിബിയും ഉണ്ട്, നല്ല സിനിമയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, അയാൾ പറയണ്ട, അയാൾക്ക് വേണമെങ്കിൽ വേറെ ആളുകൾ നമുക്ക് കൊടുക്കും. പക്ഷേ പടം കഴിഞ്ഞ് മോഹനെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നിരുന്ന് എഗ്രിമെൻ്റ് പോലും എഴുതിയില്ല, ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് 9 ലക്ഷം രൂപ കാശ് കൊടുത്തു. ഇതുപോലെ എല്ലാ സിനിമയും. എനിക്ക് ആ ഒരു ബിസിനസ് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. അതൊരു വലിയ ബിസിനസ്സായിരുന്നു. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരിക്കൽ ചിന്തിച്ചാൽ ഒരു 3 സിനിമ 4 സിനിമ മിനിമം ചെയ്യാവുന്ന ഒരു ബിസിനസ് അതിനകത്തുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ജയറാം കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ് തന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു പ്രോജക്റ്റ് കഴിയുമ്പോഴേക്കും അടുത്ത പ്രോജക്റ്റിന് റെക്കോർഡിംഗ് അല്ലേ, അങ്ങനെയല്ലേ പോകുന്നത്. ഇടം വലം തിരിയാനുള്ള സമയമില്ലായിരുന്നല്ലോ, അതാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും തമിഴ് പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ അവർ സമീപിച്ചാലും അത് അല്ലെങ്കിൽ റൈറ്റ്സ് വേറെ പോയി കഴിഞ്ഞാലേ അവർക്ക് ഇഷ്ടമുള്ള ആളിനെ കൊണ്ട് അവരങ്ങ് ചെയ്യും. എത്ര പടം പോയിട്ടുണ്ടെന്ന് പറയും, എനിക്കവരെല്ലാം പോയിട്ടുണ്ട്. അത് ഈ റൈറ്റ്സ് കൂടുതൽ വാങ്ങിയിട്ടുള്ള ഒരാൾ എഡിറ്റർ മോഹൻ എന്ന് പറയും, ജയം രവിയുടെ, അയാളുടെ കയ്യിലാണ് എൻ്റെ മിക്ക സിനിമയുടെയും റൈറ്റ്സ് കിടക്കുന്നത് എല്ലാം. ഇപ്പോൾ അതുപോലെ ചേർത്ത് വയ്ക്കുന്നത് കുറച്ചുകൂടി പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസിനെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും തെലുങ്ക് നാട്ടിലും ഒക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്നുള്ള ആക്ടറിനെ പറ്റി, അല്ലെങ്കിൽ അദ്ദേഹം സൂര്യയ്ക്ക് മുകളിൽ പല സമയത്തും കറുപ്പെന്ന സിനിമയിൽ പെർഫോം ചെയ്യുന്നു. ഇന്ദ്രൻസായിട്ട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുകയും ഇന്ദ്രൻസിന് സാറിന് ഇന്ദ്രൻസിനോട് ഒരു ബഹുമാനം കലർന്ന ഒരു പ്രത്യേക സ്നേഹവും ഉണ്ട്. അത് പല ഘട്ടങ്ങളിൽ അത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ, അതായത് ഈ ഒരു പാൻ ഇന്ത്യൻ വിസിബിലിറ്റി, അത് കാണുന്നുണ്ടോ? ആ കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അയാളുടെ ഏത് കാര്യവും ഞാൻ ശ്രദ്ധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിനയം കാപട്യമാണെന്ന് എഴുതിയപ്പോൾ അതിന് മറുപടി കൊടുത്ത് ഞാനായിരുന്നു. കാരണം ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. എത്ര വർഷം, കടിഞ്ഞൂൽ കല്യാണം മുതൽ എനിക്ക് പുള്ളിയെ പരിചയമുണ്ട്. ആ കടിഞ്ഞൂൽ കല്യാണത്തിന് കോസ്റ്റ്യൂം ബോക്സിൻ്റെ പുറത്ത് ഊണും കഴിച്ചിട്ട് വന്നൊരു ഡാ പോലെ ആ പെട്ടിയുടെ പുറത്ത് കിടന്നുറങ്ങുന്ന ഇന്ദ്രൻ ഇന്നും അത് തന്നെയാണ്. അങ്ങനെയൊക്കെ നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡുകൾ വാരിക്കൂട്ടി. പക്ഷേ അയാളുടെ വിനയം, എന്നാൽ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വിനയത്തെ കളിയാക്കുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു മുഖം അറിഞ്ഞൂടാ.
ദേഷ്യം വന്നാൽ നന്നായിട്ട് ഫയർ ചെയ്യുന്ന ആളാണ്. ദേഷ്യം വരും. അയാളെ ഇട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയെക്കുറിച്ച്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ അദ്ദേഹത്തിൻ്റെ വിനയം എന്ന് പറയുന്നത് സത്യസന്ധമായ വിനയം തന്നെയാണ്. എന്ന് കരുതി ഒരാളങ്ങോട്ട് തോളിക്കരുതെന്ന് ചൊറിഞ്ഞ് കളഞ്ഞാൽ അത് നല്ല വിനയമുള്ള ആളല്ല. എന്തും വിളിച്ച് പറയാൻ അങ്ങനെ പോയി തീർന്നു. റിയാക്ട് ചെയ്യും. പരസ്പര ബഹുമാനം സംസാരിക്കാൻ പറ്റില്ല. പറ്റത്തില്ല. റിയാക്ട് ചെയ്യും. ഇനി ഏത് ആളായാലും പുള്ളി റിയാക്ട് ചെയ്യും. എനിക്കതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടം. അദ്ദേഹം സത്യസന്ധമായിട്ട് ചിന്തിക്കുന്ന, പെരുമാറുന്ന, ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. അദ്ദേഹത്തെ ദൈവം നന്നായിട്ട് കടാക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ദ്രൻ വലിയൊരു ദൈവവിശ്വാസിയാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയൊരു വിശ്വാസമൊന്നും പുള്ളി കിടന്ന് കുമ്പിട്ട് തൊഴുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്നുവരെ. ഈ പടത്തിൻ്റെ പൂജയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ തൊട്ട് നമസ്കരിക്കുന്ന കണ്ടിട്ടുണ്ട്. അല്ലാതെ ക്ഷേത്ര സന്ദർശനം പോകുന്നു അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. അല്ല, ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ടോ കറുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ കറുപ്പിൻ്റെ റിവ്യൂ കണ്ട ഉടനെ പുള്ളിയെ വിളിച്ചായിരുന്നു. പുള്ളിയെ. ഗംഭീര അഭിപ്രായമാണ് അതിനകത്ത്, ഗംഭീര അഭിപ്രായം. അത് എന്താണെന്നറിയാം, അദ്ദേഹത്തെ ആദ്യം അദ്ദേഹത്തിൻ്റെ രൂപം മുതലാക്കിക്കൊണ്ടാണ് സിനിമ കിട്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറിയ മുഖം, മെലിഞ്ഞ ശരീരം ഒക്കെ അതൊക്കെ മാറി. അതൊക്കെ കുറച്ച് പുള്ളി ഇച്ചിരി കൂടെ ബോഡിയായി, ഇച്ചിരി കൂടെ ഫേസായി. പക്ഷേ ആ ഫേസിൽ പുള്ളി മനഃപൂർവ്വം അഭിനയിക്കാതെ തന്നെ ഒരു കഥാപാത്രത്തിൻ്റെ മുഖം പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ചില ടിപ്പിക്കൽ റോളിൽ പുള്ളി ചുമ്മാ നിന്നാൽ മതി. നിസ്സഹായാവസ്ഥയൊക്കെ ഒരു രക്ഷയില്ലാതെ. ആ നിസ്സഹായ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിൽ ആശുപത്രി പൂട്ടിയിട്ട് അതെല്ലാം തകർന്നു. ആശുപത്രി നടത്താൻ പറ്റുന്നില്ല, അവൾ പിണങ്ങിപ്പോയി, എല്ലാം ആയി. ആശുപത്രി പൂട്ടിയിട്ട് താക്കോല് കൊണ്ടുവന്ന് ജയറാമിൻ്റെ കയ്യിൽ കൊടുക്കുന്നൊരു ഷോട്ടുണ്ട്. അത് കുറച്ച് നേരം നടന്നിങ്ങനെ വരികയാണ്. പുള്ളി മാത്രമാണ് ഫ്രെയിമിൽ. ജയറാം അടുത്ത ഷോട്ടിൽ ജോയിൻ്റ് ആവത്തുള്ളൂ. അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അവിടെ കൂടി ഇന്ന് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി. പക്ഷേ അന്നത്തെ ഇന്ദ്രനെ ഇത്രയും പറയത്തില്ല. അന്ന് കോമഡി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദ്രനാണ്. പക്ഷേ ഞാനും ജയറാമും, ജയറാം തൊട്ടടുത്ത് നിൽക്കില്ലേ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആക്കി. അത് വേറെ ഒന്നും പറയില്ല. അവൾ പിണങ്ങിപ്പോയി, സാമ്പത്തികമായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല, രോഗികളില്ല, ആ ഡോക്ടറും പിണങ്ങിപ്പോയി, എല്ലാം തകർന്നിരിക്കുന്ന അപ്പൂട്ടൻ്റെ കയ്യിലേക്ക് പൂട്ടിയിട്ട് താക്കോല് കൊണ്ട് കൊടുക്കുകയാണ്. ഇത്രേ പറഞ്ഞു കൊടുത്തുള്ളൂ. പക്ഷെ അന്നേ ഇത് കുറിച്ചിട്ടതാണ്. പക്ഷെ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് അങ്ങ് കയറിപ്പോകുമെന്ന് സത്യത്തെ വിചാരിച്ചില്ല. ഭയങ്കര ട്രാൻസിഷനാണ് ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം.